അതുകൊണ്ട് സ്പിരിച്വൽ മോഡിലൂടെ കുട്ടികളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇതാ നാനാ രീതിയിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നു. ഈ രാജ്യത്ത് എന്നും സ്നേഹത്തോടു കൂടി പോകണമെന്നും മുഴുവൻ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്ത് 700 കോടി ജനങ്ങൾക്കും ഈ ലോകത്തിൽ ഒരു ഇടമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മുസൽമാനും ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് ഓം സഹനാഭവതു എന്ന് പറയുന്ന ഒരു ഹൈന്ദവനും എല്ലാം ഉണ്ടാകുമ്പോഴാണ് സ്പിരിച്വലി നമ്മൾ പെർഫെക്റ്റ് ആകുന്നത്. അവിടെ മഫ്തയിട്ട ഒരാളെ വേറെ രീതിയിൽ നോക്കുകയും പൊട്ടിട്ട ഒരാളെ വേറെ രീതിയിൽ നോക്കുകയും മുന്തയിട്ട ആളെ വേറെ രീതിയിൽ നോക്കുകയും കൊന്തയിട്ട ആളെ വേറെ രീതിയിൽ നോക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകരുത്. എല്ലാവരും മനുഷ്യരാണ്. ആ അവസ്ഥയിൽ നമ്മൾ കുട്ടികളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. മനോഹരമായ ഒരു ലോകത്തിലേക്ക് അവരെ എത്തിക്കണം. അവന്റെ ഇപ്പുറത്ത് ആരായിരുന്നോട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എൻ്റെ മകൻ നാളെ ഒരു UK ഒരു അടിപൊളി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക്, സാധാരണ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾ പോവാറുണ്ട്. അവിടുത്തെല്ലാം കിട്ടി പോവാണ്. അപ്പൊ അവന്റെ കൂട്ടത്തിൽ പഠിക്കാനിരിക്കുന്നത് 148 രാജ്യത്തിലെ കുട്ടികളാണ്. 148. ഏതൊക്കെ മതക്കാർ, ഏതൊക്കെ ആളുകൾ, ഏതൊക്കെ ദേശക്കാർ, ഏതൊക്കെ രാജ്യക്കാർ അറിയില്ല. ആ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തത് ആകെ 3 ഇന്ത്യൻസ് ആണ്. അത്രേ 3 ഇന്ത്യൻസ്. അതാണ് എനിക്ക് കിട്ടിയ കണക്ക് അവന്റെ ആ കോഴ്സിന്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അത്തരത്തിലുള്ള സ്ഥലത്ത് പോകുമ്പോൾ എല്ലാവരെയും നമ്മൾ കാണേണ്ടി വരും. നമ്മൾ സുജൂദിലാണെങ്കിലും എല്ലാവരെയും നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ ആ നല്ല രീതിയിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കേണ്ടി വരും. നമ്മൾ ഏറ്റവും നല്ല മനോഹരമായിട്ട് കുരിശിട്ട് നടക്കുകയാണെങ്കിലും ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതെ നമ്മുടെ മുമ്പിലൂടെ ഒരു കുട്ടിയും കടന്നു പോകരുത്. വർഗീയപരമായ ഒരു ചിന്തയിലൂടെ ഒരു കുട്ടിയും ഈ ടീച്ചേഴ്സിന്റെ മുമ്പിലൂടെ കടന്നു പോകരുത്. ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാനത് വെക്കുകയാണ്. കാരണം എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് ഈ ലോകത്തെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. നമ്പർ 2, ഇമോഷണൽ സ്റ്റാറ്റസ്. അതിമനോഹരമായി ആളുകളോട് എങ്ങനെ പെരുമാറണം. നമ്മളെ നാട്ടിൽ അതില്ല. നമ്മളെ നാട്ടില് ഞാൻ യൂറോപ്പിനെ മുന്തിക്കല്ല കേട്ടോ, ഒരു കുപ്പി വെള്ളം എങ്ങനെ തുറക്കണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെ അത് അകത്തേക്ക് കൊണ്ടുപോകണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കും. ഇറക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ ശബ്ദമില്ലാതെ ഇറക്കേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് അയൽവാസി വീട്ടിലേക്ക് വരുമ്പോൾ അതിമനോഹരമായി ഡീൽ ചെയ്യേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് സൊസൈറ്റിയോട് പെരുമാറേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് ബസ് കയറേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് ട്രെയിനിൽ സഞ്ചരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കും. എങ്ങനെയാണ് ട്രാഫിക് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് അയൽവാസിയുടെ വീട്ടിൽ കല്യാണത്തിന് അല്ലെങ്കിൽ ഫംഗ്ഷന് പങ്കെടുക്കേണ്ടത് എന്നും പഠിപ്പിക്കും. അങ്ങനെ എല്ലാ രീതിയിലുള്ള പഠിപ്പും കഴിഞ്ഞിട്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത്. നമ്മൾ പറയും ഇംഗ്ലീഷുകാർ നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റാണ്, എല്ലാവരും ഒരേ അച്ചാണ്. ഇതൊക്കെ അവർ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടാണ് വരുന്നത്. നമ്മളെ നാട്ടിൽ സ്കൂളിൽ എങ്ങനെ പോകേണ്ടതെന്ന് പഠിപ്പിക്കാത്തതുകൊണ്ട് എന്നും അടി നടക്കുന്നു. ബസ്സിലൂടെ എങ്ങനെ പോകേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല. ട്രാഫിക് റൂൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പൊ ഇമോഷണൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആളുകളോട് എത്ര മനോഹരമായി നമ്മൾ പെരുമാറണം, ആളുകളോട് എത്ര സുന്ദരമായി നമ്മൾ ഇടപെടണം. അങ്ങനെ ചുരുക്കത്തിൽ ആളുകളോടും സമൂഹത്തോടും മനുഷ്യരോടും മൃഗത്തോടും എങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ടത് എന്ന്, ഒരു പൂച്ചയെ കിട്ടുമ്പോൾ എങ്ങനെ തലോടണമെന്ന്, ഒരു നായക്കുട്ടിയെ കാണുമ്പോൾ എങ്ങനെ ചൊട്ടണമെന്ന്, ഇതെല്ലാം എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ അതില്ലാതെ പോയി. പിന്നെ ഒന്ന് ആ കുട്ടിയുടെ ഇന്റലക്ച്വൽ ഗ്രോത്ത് ആണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അതിമനോഹരമായി ഇന്റലക്ച്വൽ ഗ്രോത്ത് കൊടുത്തേ പറ്റൂ. മനോഹരമായി ഇന്റലക്ച്വൽ ഗ്രോത്ത്. അതെന്താ? കുട്ടികൾക്ക് വ്യത്യസ്ത കഴിവായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് കുട്ടി വന്നിട്ട് പറയും, ടീച്ചറെ ഞാനൊന്ന് പുറത്തു പോയിക്കോട്ടെ എന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? സിസ്റ്റം ബ്രേക്ക് ചെയ്യണ്ട നിങ്ങൾ സ്കൂളിന്റെ. എന്നാലും നിങ്ങൾ എന്താ പറയാ? ഞാനിന്ന് പുറത്തോട്ടെ ടീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? മര്യാദക്ക് അവിടെ ഇരുന്നോന്ന് പറയും. ഈ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളെ കുറിച്ചിട്ട് ലോകം വിളിക്കുന്ന പേര് ഡ്രോപ്പ് ഔട്ടേഴ്സ് എന്നല്ല, അവരെ വിളിക്കുന്ന പേര് വാക്ക് ഔട്ടേഴ്സ് എന്നാണ്. നിങ്ങളെന്ന ടീച്ചറുടെ മുഖത്ത് നോക്കി ടീച്ചറെ ഞാൻ നിന്ന് പുറത്തേക്കോട്ടെ എന്ന് പറഞ്ഞത് നിങ്ങളെ സഹിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലാതെ ആ കുട്ടിക്ക് നിങ്ങളെ ക്ലാസ് തിരിയാത്തത് കൊണ്ടല്ല. അവിടെ കുട്ടിയെ ഞാൻ പറയുന്നത് ആകെ കൊളാക്കാൻ വേണ്ടിയിട്ടല്ല. ആ കുട്ടിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ കുട്ടിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ കുട്ടി അതിമനോഹരമായി ഇന്റലക്ച്വലി ചിന്തിക്കുന്നു. ടീച്ചറെ നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തൊരു തെറ്റുണ്ടല്ലോ എന്ന് പറയുന്നു. കാരണം ഇന്ന് ഗെയിം ഇറങ്ങിയിരിക്കുന്നു. കുട്ടികൾക്കറിയാം. എന്റെ മകള് മിനിയാന്നൊരു കേസ് സ്റ്റഡി, കുറച്ച് മുമ്പ് ഒരു കേസ് സ്റ്റഡി കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ടൊയോട്ടന്റെ കേസ് സ്റ്റഡിയാണ്, ഉപ്പ ഇതൊന്ന് പറഞ്ഞുതരോ, ടൊയോട്ടയുടെ തീരുമാനങ്ങൾ അത് ഇതെന്നൊക്കെ. അവന്റെ BBA ഫസ്റ്റ് ഇയറിന് പഠിക്കാം. അപ്പൊ ഞാനിങ്ങനെ അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മകളോട് ഏറ്റവും താഴെയുള്ള കുട്ടി പറയാണ്, എന്ന് പറഞ്ഞ 10 വയസ്സുകാരൻ പറയാണ്,
അതിനെന്താടാ ഇപ്പൊ ഉപ്പനോടൊക്കെ ചോദിക്കണത്, നീ അതിനല്ലേ ട്രാൻസ്ലിട്രേഷൻ എന്നും പറഞ്ഞ ഒരു ആപ്പും കൊടുത്തിട്ട് ആ ആപ്പ് ഇങ്ങനെ ഇതിൽ കൂടെ പായിച്ചപ്പോ കേസ് സ്റ്റഡി കംപ്ലീറ്റ് മൊബൈൽ പറയുന്നു. ഇതാണ് കുട്ടികൾ. നമ്മൾ ആ നോട്ട് ഓൺലി ബട്ടാൾസ് ചച്മാസാസ് എന്ന് പറഞ്ഞാണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ നടക്കൂല, കുട്ടികളുടെ മുമ്പിൽ നടക്കൂല. പകരം എന്താക്കണം, ആ കുട്ടികൾക്ക് ഗെയിം, ഇപ്പൊ ഗെയിമിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ അതിനെ പറ്റി ഇവിടെ പറയുമായിരിക്കും. ഗെയിമിലൂടെ മാത്രം 5 കാറ്റഗറി കഴിഞ്ഞു പോയി. ഒന്ന് മെമ്മറൈസിങ്, അത് കഴിഞ്ഞിട്ട് എന്തായി കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ക്ലബാക്കിയിട്ട് പഠിപ്പിക്കുന്നതിന്റെ പേരാണ് കൊളാബറേഷൻ. ആദ്യം മെമ്മറൈസിങ് ആയിരുന്നു, ആ കാലം കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മെമ്മറൈസിങ് കഴിഞ്ഞിട്ടില്ല. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിക്കുക, അവർക്ക് അസൈൻമെന്റ് കൊടുക്കുക, എന്നിട്ട് പ്രൊജക്ട് ബേസിലേക്ക് മാറ്റുക. എന്നിട്ട് എന്താ ഉണ്ടാവുക, ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് വീഡിയോ ക്ലാസ്സസ് കേൾപ്പിക്കും. ആ ക്ലാസ് കേട്ടിട്ട് കുട്ടികൾക്ക് മനസ്സായത് അവർ എഴുതിയെടുക്കണം. എന്നിട്ട് ലൈബ്രറി പോയിട്ട് അതിന് അനുബന്ധമായ പുസ്തകങ്ങൾ വായിക്കണം. എന്നിട്ട് ചങ്കിങ് മെത്തഡോളജിയുടെ വ്യത്യസ്ത പാട്ടാക്കി തിരിക്കണം. എന്നിട്ട് കുട്ടികൾ വന്നിട്ട് പ്രസന്റ് ചെയ്യണം. അതിന്റെ പേരാണ് കൊളാബറേഷൻ. ടീച്ചർ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഇതാണ് യൂറോപ്പിലൊക്കെ ബേസിക് എഡ്യൂക്കേഷൻ. ടീച്ചർ ക്ലാസ് എടുക്കില്ല, പകരം ആ ക്ലാസ് കേട്ടിട്ട് കുട്ടി പോയിട്ട് വായിച്ചിട്ട് കുട്ടികൾ എന്നിട്ട് ഹൗ ടു പ്രസന്റ് ഇറ്റ്, എങ്ങനെ പ്രസന്റ് ചെയ്യണം കുട്ടികൾ പറയും. എത്രാം ക്ലാസ്സിലെ കുട്ടികൾ എന്നറിയോ? 3ാം ക്ലാസ്സിലെ കുട്ടികൾ, 4ാം ക്ലാസ്സിലെ കുട്ടികൾ. എന്നിട്ട് ടീച്ചേഴ്സ് ഫെസിലിറ്റേറ്റർ ആണ്, ഫെസിലിറ്റേറ്റ് ചെയ്യുക മാത്രം, ഗൈഡൻസ് കൊടുക്കുക മാത്രം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ കുട്ടി കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുന്നു. പിന്നെ ടീച്ചേഴ്സ് അത് പഠിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. ലോകത്തിൽ ഭാഷ പഠിക്കാൻ ഏറ്റവും മനോഹരമായത് ഏതാ? LSRW ആണ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അത് സാധാരണ IELTS പഠിപ്പിക്കാറുണ്ട്. അതല്ലാതെ നമ്മുടെ ലാംഗ്വേജിൽ എങ്ങനെ പഠിപ്പിക്കാറുണ്ടോ? നമ്മുടെ ലാംഗ്വേജിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോടൊന്നും തോന്നരുത് കേട്ടോ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വാശിയോടുകൂടിയും ബൂറോടുകൂടിയൊക്കെ പറയുന്നത് തന്നെയല്ല, എനിക്ക് ഉറക്കം വരാതിരിക്കാനും കൂടിയാണ് കുറച്ച് സ്ട്രോങ്ങിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം LSR ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ആദ്യം കുട്ടികൾക്ക് ലിസണിംഗ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏതാണ്? സ്പീക്കിംഗ് ആണ്. ഇത് രണ്ടും കൊടുത്ത് നിങ്ങൾ നോം ചോംസ്കിയെ വായിക്കൂ. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഷാ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നു, LS കഴിഞ്ഞിട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിലേക്ക് പോകാൻ പാടുള്ളൂ. നമുക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആദ്യം തന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഭരിച്ച ഇംഗ്ലീഷുകാർക്ക് അന്ന് ആവശ്യം ഗുമസ്തന്മാരെയാണ്. ഏത് ഗുമസ്തന്മാരെ? തെറ്റുകൂടാതെ എഴുതുന്നവരെ. ആ ക്ലർക്കുമാരെ വേണ്ടതുണ്ടായത് കൊണ്ട് അവർ ആദ്യം എഴുതാനും വായിപ്പിക്കാനാണ് പഠിപ്പിച്ചത്. കാരണം പറയാൻ പഠിപ്പിച്ചില്ല. പറയാൻ പഠിക്കണമെങ്കിൽ ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിലൂടെ കടന്നു പോകണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിലൂടെ പഠിപ്പിക്കണം. ലിസണിങ് സ്പീക്കിംഗ് കഴിഞ്ഞിട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിലേക്ക് പോകാവൂ. എവിടെ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ തിരുവനന്തപുരത്തെ കടലോര പ്രദേശങ്ങളിൽ കടല വിറ്റ് നടക്കുന്ന കുട്ടിയും പറയുന്നത് ഇംഗ്ലീഷാണ്. ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചതാണ്. അവിടെ ലാംഗ്വേജ് പഠിക്കാൻ ഇനി പഴയതുപോലെയുള്ള മെത്തേഡല്ല. ഗെയിമിംഗ് എഡ്യൂക്കേഷനിലൂടെ ഇപ്പൊ നടക്കുന്നത്, കാർ റേസിംഗ് പോയിട്ട് അത് എൻഡിലെത്തുന്നതിന് മുമ്പേ ഈ പറയുന്ന എല്ലാ ടെൻസസും, ഈ പറയുന്ന നിങ്ങളുടെ അഫോർമേറ്റീവ്, ഇന്റർഗേറ്റീവ് എല്ലാ കാര്യങ്ങളും ഈ കുട്ടി പഠിച്ചിരിക്കും. അങ്ങനത്തെ ഗെയിം വരെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാലത്താണോ നമ്മൾ വീണ്ടും ചോക്കേട്ട് നോട്ട് ഓൺലി ബട്ട് ആൾസോ പറഞ്ഞ് ഇറങ്ങാൻ പോകുന്നത്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഈ ഒരു ലോകത്തിലൂടെ കടന്നു പോകണം.